അവിടുന്ന് അതേ ചിരി ഇങ്ങനെ ഹൈ വോൾട്ടേജിലാണ്, ഇവിടുന്ന് വന്ന ഒരു ഹൈ പവറിലാണ് നമ്മുടെ ഈ എനർജി എന്ന് പറയുന്നത്. അങ്ങനെ ആഴ്ചയിൽ 4 ദിവസം ആക്കിയപ്പോൾ നിങ്ങൾ എല്ലാവരും സൂപ്പർ ത്രിൽഡ് ആണെന്ന് അറിയാം. അതിനേക്കാൾ എക്സൈറ്റഡ് ആണ്. എങ്ങനെയൊക്കെ നിങ്ങളെ ചിരിപ്പിക്കാം എന്നിങ്ങനെ ഞങ്ങൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അതിന്റെ ഇടയിൽ നമ്മുടെ ചോട്ടാ പീസിനൊക്കെ വെക്കേഷൻ അല്ലേ, വെക്കേഷനൊക്കെ ഇങ്ങനെ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ അത് അടിച്ചു പൊളിക്കാനായിട്ട് കുറെ പേര് എത്തിയിട്ടുണ്ട്. അവരെ വെൽക്കം ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നിങ്ങളെ എല്ലാവരും ഒഫീഷ്യലി വെൽക്കം ചെയ്യാണ്. വെൽക്കം എവരിവൺ ആൻഡ് നൗ യു ആർ വാച്ചിങ് സ്റ്റാർ മാജിക്. അങ്ങനെ സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ ഇവിടെ വെക്കേഷൻ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ടീം മെമ്പേഴ്സിനെ നമുക്ക് വെൽക്കം ചെയ്യാം. സോ ലെറ്റ്സ് വെൽക്കം ദ എൻറ്റയർ ടീം ടു സ്റ്റാർ മാജിക്. ഹലോ ഹലോ കഴിഞ്ഞു ഏതായാലും സ്റ്റാർ മാജിക്കിന്റെ ഈ ഒരു എക്സ്പ്രസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരാളും കൂടെ എത്തണം. ചെന്നൈയിൽ നിന്ന് ഇവിടുന്ന് ഒരാളെത്തിയിരിക്കുന്നു, അതുപോലെ തന്നെ അങ്കമാലിയിൽ നിന്ന് ഒരാളെത്തിയിരിക്കുന്നു, അടിമാലിയിൽ നിന്ന് ഒരാളെത്തിയിരിക്കുന്നു. ഇങ്ങനെയാണെങ്കിൽ ഇനി പറൂർന്ന് ഒരാളും കൂടെ എത്താനുണ്ട്. എന്നാലേ നമ്മളെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുള്ളൂ. ഓക്കെ, നമ്മുടെ എപ്പിസോഡിലേക്ക് നമ്മുടെ സ്വന്തമായ നമ്മുടെ സലീവേട്ടൻ. പറ്റിയ പാട്ട് ആദ്യമില്ല അന്തമില്ല. ഇത് നിങ്ങളുടെ ദേശീയഗാനമായിട്ട് കാരണം ഒരു അന്തവും കുന്തല്ലാത്ത കുറെ ആൾക്കാർ എന്തൊക്കെയോ പറയുന്നു. ഈ ആദ്യ അന്തം ഇവിടെ ആർക്കുമില്ല. അതാണ് ബോധമില്ലല്ലോ ഒരു അന്തമില്ല. അപ്പൊ ഞങ്ങളെ പറ്റിയിട്ടുള്ള അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞെങ്കിൽ നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാം നമുക്ക്. ചേട്ടാ, കഴിഞ്ഞ എപ്പിസോഡ് ഭയങ്കര റേറ്റിംഗ് ആയിരുന്നു. ചേച്ചി വന്ന എപ്പിസോഡ് അതിന്റെ പേരിൽ വന്നില്ല. അങ്ങനെ റേറ്റിംഗ് കയറണ്ടാന്ന് എന്റെ ഭാര്യനെ കൊണ്ട് നമ്മള് എപ്പിസോഡിൽ ചേച്ചിയെ വിളിച്ചു. അപ്പൊ ചേച്ചി വന്നില്ല. അങ്ങനെ ചേട്ടൻ അവിടെ നിന്ന് നിങ്ങൾ തമ്മിലൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം വീട്ടിൽ പോയിട്ടുണ്ടായ കമ്മ്യൂണിക്കേഷൻ എന്തായിരുന്നു? അടുക്കള ടെൻഷനായിരുന്നു. അവരോട് വിളിച്ചു പറഞ്ഞത് കട്ട് ചെയ്ത് കളയാനായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഞാൻ പറഞ്ഞു അവര് നീ അവിടുന്ന് ഡ്രസ് മാറാനും നിന്റെ ഭാഗ്യം. അവരത് ഷൂട്ട് ചെയ്തിട്ട് അത് വൈറലാക്കാൻ നോക്കിയ. അപ്പൊ അത് അനുഭവിക്കാന്നെ. ഇവിടെ വരുമ്പോഴുള്ള ഒരു മനസ്സിലെ തയ്യാറെടുപ്പ് എന്താ? സ്റ്റാർ മാജിക്കിൽ ചേട്ടൻ വരുമ്പോ എനിക്ക് സ്വന്തം കുടുംബത്തിൽ പോണ പോലെയാണ്. ഞങ്ങൾക്ക് സ്വന്തം ഫാമിലി മെമ്പർ പോലെയാണ്. അപ്പോ തുടങ്ങല്ലേ? പിന്നെ സുചേട്ടൻ എന്തോ പറയാനുണ്ടല്ലോ. പുള്ളി ആദ്യം അന്തമില്ല ബോധമില്ലെങ്കിൽ ഇട്ടേക്കണ പാന്റ് ഏതാ സൂപ്പറാണ്. ഇത് കരിഞ്ചേരയുടെ തോലാണ്. ഇന്നലത്തെ പ്രോഗ്രാമിലെ സിനിമാറ്റിക് ഡാൻസുകാരൻ പയ്യന്റെ ഒരു പേയ്മെന്റ് അവര് പിടിച്ച് പാന്റ് ഇവിടെ ഇട്ടിട്ട് പോന്നിട്ട്. ചേട്ടാ ആ സൈഡ് ശ്രദ്ധിക്കണ്ട, അവിടെ ചീഞ്ഞൊക്കെ കണ്ടിച്ചു ഏത് ദിവസം. അത് നിങ്ങൾ ആരും അറിയാത്തോണ്ടാണ്. എനിക്കും വൈകിക്കുമായിരുന്നു ഇന്നലെ പ്രോഗ്രാം. എന്തായാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അതിന്റെ ഇടയിൽ ചേട്ടാ വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് തന്നെ കുറെ ചോട്ടാപ്പീസ് ഒന്നും നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ചേട്ടാ, ചേട്ടന്റെ സ്കൂൾ കാലഘട്ടത്തില് വെക്കേഷൻ ആയി കഴിഞ്ഞാൽ ആദ്യം മനസ്സിലിടുന്ന പ്ലാൻ എന്തായിരിക്കും? ഒന്നുമില്ല, വീട്ടിൽ തന്നെ
കളിക്കാം. അയലോക്കത്തെ പിള്ളേരായിട്ട് കളിച്ചു കിടക്കാം. എങ്ങടെങ്കിലും പോവാ, അമ്മ വീട്ടിൽ പോവാ, അച്ഛന്റെ വീട്ടിൽ പോവാ, അങ്ങനെ എവിടെയെങ്കിലും ടൂറായിട്ട് പോവാ, അങ്ങനെ എന്താ? നമ്മുടെ വീട്ടുകാരായിട്ട് ഉടക്കാണ്. അതെ. നിങ്ങളൊക്കെ എങ്ങനെയാ വെക്കേഷൻ ആഘോഷിക്കുക? സ്റ്റാർ മാജിക്കിൽ വന്നിട്ട് ഇത്തവണ സെലിബ്രേറ്റ് ചെയ്യണേ. അടിച്ചു വിളിക്കാം. ഓക്കേ, കൊറേ അമ്മൂമ്മമാരും വന്നിട്ടുണ്ട് കേട്ടോ. വേറൊരു അത്ഭുതം ഇവിടെ നടന്നു. ഇവിടെ ആ സീറ്റിൽ ഒരു അമ്മൂമ്മ ഇരിപ്പുണ്ടായിരുന്നു. ബിനീഷ് ബാസിനോട് ഈ ആൾക്കാരെ ചിരിപ്പിക്കാൻ ഒരു ഡാൻസ് കളിക്കാൻ പറഞ്ഞു. ഒരു അമ്മൂമ്മ തല കറങ്ങിയത് ആ ഇതിലേക്ക് വീണിട്ട് അമ്മൂമ്മേനെ എടുത്തോണ്ട് പോയിട്ടുണ്ട്. എന്താന്ന് എനിക്കറിയില്ല. അപ്പൊ ഇതെല്ലാം ഇന്ന് നമ്മുടെ കൂടെ സലീമേട്ടൻ ഉണ്ടായിരിക്കും. സോ നമുക്ക് എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് അടിച്ചു വിളിക്കാം അല്ലെ? സലീമേട്ടാ പ്ലീസ്. സലീമേട്ടൻ അങ്ങനെ വെക്കേഷൻ ഒന്നും അങ്ങനെ ആഘോഷിച്ചിട്ടൊന്നുമില്ല, വീട്ടിലിരിക്കുക, അങ്ങനെയാണ് വെക്കേഷൻ എന്നാ പറയുന്നത്. കൊച്ചുമക്കളുടെ കൂടെ നമ്മുടെ സ്റ്റാർ മാജിക്കിലെ വെക്കേഷൻ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് അമ്മൂമ്മമാരിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. എവിടുന്നാ വരണേ എല്ലാരും? കോലഞ്ചേരി. അമ്മൂമ്മയുടെ അടുത്ത് ചോദിച്ചപ്പോ പേരെന്താ അമ്മൂമ്മ? സോജിൻ. അമ്മൂമ്മയുടെ പേരാണോ ചോദിച്ചത്? സോറി. ശരി, അമ്മൂമ്മക്ക് മയക്കണോ? അതെ. സോജിനും അമ്മൂമ്മക്ക് ഡബ് ചെയ്യണോ? അതെ. അമ്മൂമ്മയുടെ പേരെന്താ? തങ്കമ്മ. തങ്കമ്മ. അയ്യോ, ഇവിടെ ഇപ്പഴാണ് തങ്കച്ചൻ ചേട്ടന് മാച്ചായിട്ടുള്ള ഒരാളെ. അപ്പൊ തങ്കമ്മ എവിടുന്നാ വരണേ? കോലഞ്ചേരി. വേറൊന്നുമല്ല, സുധിയുടെ കൂടെ പഠിച്ചാന്ന്. അത് പഴയതട. എത്ര വയസ്സായി? 68. 68. അപ്പൊ സുധിയുടെ ഇളയതാ. ഇതിലാരെ ഏറ്റവും കൂടുതൽ? അയ്യോ, എല്ലാവരും ഇഷ്ടം. അങ്ങനെ പറയാം. അതാണ് ഏറ്റവും കൂടുതൽ തങ്കച്ചനെ വലിയ ഇഷ്ടം. അവരൊക്കെ ഒരു പ്രായക്കാര്. അവരൊരു പ്രായക്കാർ, ഇഷ്ടപ്പെടട്ടെ. അമ്മൂമ്മ പാടാറുണ്ടോ? ഞാൻ പാടാറില്ല. ഇല്ലല്ല, അമ്മൂമ്മ പാടും, കണ്ടറിയാൻ പാടും. ഇല്ല ഇല്ല. അയ്യോ ദൈവമേ. എല്ലാരും തങ്കച്ചിന് വേണ്ടി ഒരു പാട്ട്. ചൊല്ലണ്. തങ്കച്ചിന് വേണ്ടി ഒരു പാട്ട് പാടണം. കരിങ്കല്ലാണ് കരിങ്കല്ലാണ് നെഞ്ചിലെന്ന് എല്ലാരും ചൊല്ലണ്, എല്ലാരും ചൊല്ലണ്, കല്ലാണി നെഞ്ചിലെന്ന്. കരിങ്കല്ലാണ് കരിങ്കല്ലാണി നെഞ്ചിലെന്ന്. ഞാനങ്ങ് തൊട്ടപ്പോൾ നീലക്കരിമ്പിന്റെ തുണ്ടാണ് കണ്ടതയ്യാ, ചക്കരത്തുണ്ടാണ് കണ്ടതയ്യാ. എല്ലാരും ചൊല്ലണ്, കല്ലാണി നെഞ്ചിലെന്ന്. കരിങ്കല്ലാണ് കരിങ്കല്ലാണി നെഞ്ചിലെന്ന്. അങ്ങനെ എന്റെ കുടുംബക്കാര് ആ. നല്ല ഗായകരും നല്ല പടം വരക്കാരും സംഗീത കച്ചേരിയൊക്കെ നടത്തുന്നു. ആ കഴിവാണ് കിട്ടിയിട്ടില്ലേ? എനിക്കൊന്നും കിട്ടിയിട്ടില്ല. ഉണ്ട്, ഇത്ര നന്നായിട്ട് പാടിയിട്ടോ. നമുക്ക് വീതം പോലും കിട്ടിയില്ല. സലിമേട്ടാ, സാധാരണ ഒരു എപ്പിസോഡിൽ ഒറ്റ പാട്ടേ ഉള്ളു. അത് പാടാൻ വേണ്ടി ഡെയിലി വരും. ഇന്നത്തെ പാട്ട് അമ്മച്ചി പാടി. ഇനി പാടാൻ പറ്റൂല. സലീമേട്ടൻ പ്രത്യേകം പറയണത് എന്റെ ഒരു പാട്ട് വേണമെന്ന്. അത് അമ്മച്ചി പാടിയല്ലോ. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഇവിടുന്ന് ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ട് വൈബ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സൂചിച്ചേട്ടാ, സലീമേട്ടൻ പറഞ്ഞു എങ്ങോട്ടും ടൂർ പോകാറില്ല വെക്കേഷന്. സൂചിച്ചേട്ടൻ എങ്ങടൊക്കെയാ വെക്കേഷന് ടൂർ പോയിട്ടില്ല? മറക്കാൻ പറ്റാത്ത ഒരു ടൂർ യാത്ര? അതിന് പുള്ളി ജയിലിൽ നിന്ന് വെക്കേഷൻ അല്ലേ നാട്ടിൽ ഇറങ്ങണത്. പഠിക്കണ ടൈമില് അന്ന് ദുർഗുണ പരിഹാര പാഠശാലയില്ലേ, അവിടെ ലീവില്ല. എന്റെ നാട്ടിലാണ്, ഇടുക്കി ജില്ലയിലാണ് അടിമാലി. തേക്കടി. ഇതുവരെ ഞാൻ പോയിട്ടില്ല. ശരിക്കും ഞാൻ കണ്ടിട്ടില്ല തേക്കടി. അത് അങ്ങോട്ട് കേട്ടത്തുണ്ടായിരിക്കും. അതുകൊണ്ട് ആ സ്ഥലത്തിന് ഇപ്പോഴും മാർക്കറ്റ് ഉണ്ട്. കഴിഞ്ഞ ദിവസം മൂന്നാറ് പോയപ്പോ ബിനുചേട്ടന്റെ ഒരു ക്ലാസ്മേറ്റ് ചേച്ചിനെ കണ്ടു. എന്നിട്ട് ഞങ്ങൾ ആ ചേച്ചി ശ്രീവിദ്യയോട് വെച്ച് എനിക്ക് മുറുക്കാൻ വെച്ചു. ആലിസ്, എന്റെ മെയിൻ പരിപാടി നമ്മൾ ഈ വെക്കേഷൻ ആകുമ്പോഴില്ലേ തെങ്ങിന്ന് കൊച്ചങ്ങ വീടില്ലേ? കൊച്ചങ്ങയല്ല, വെള്ളയ്ക്ക. ഞങ്ങളുടെ നാട്ടിലെ കൊച്ചമ്മമാര് മുതലാളി വീട്ടിലേ ഉള്ളു. നിങ്ങളുടെ നാട്ടിൽ തെങ്ങിലാണോ? ഓ മൈ ഗോഡ്. നിക്കേ ഇത് കൊച്ചമ്മ കോമഡിയാണോ? അങ്ങനെ അവിടെ വെക്കരുതേ. വെള്ളൊക്കെ എടുത്തിട്ട് കല്ലൊരയ്ക്കും. ഈ കല്ലിൽ ഉരച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ കുഴമ്പ് രൂപത്തിൽ വരും. ചന്ദനം. ഇതിങ്ങനെ ചന്ദനം എന്നൊക്കെ പറഞ്ഞ അടുത്ത വീട്ടിലെ പിള്ളേർക്കെല്ലാം കൊടുത്ത് പറ്റിക്കുമായിരുന്നു. പിന്നീട് മെയിൻ പരിപാടി പപ്പയുടെ നിന്ന് അമ്മയുടെ നിന്ന് 10 രൂപ 15 രൂപ 20 രൂപയൊക്കെ മേടിച്ചിട്ട് മാങ്ങയില്ലേ, മാങ്ങ മേടിക്കും. എന്നിട്ട് ഞാനത് ഉപ്പിലിട്ടിട്ട് വീട്ടിനുള്ളിൽ തന്നെ കച്ചവടം നടത്തും. പാക്കറ്റ് 2 3 1 രൂപ 2 രൂപ അങ്ങനെ അതിൽ ലാഭം ഉണ്ടാകും.
എങ്ങനെ ഈ വെള്ളക്ക അരച്ചട്ടെ ചന്ദനോടെന്ന് പറഞ്ഞ് വിറ്റു ലക്ഷക്കണക്കിന് രൂപ എന്റെ കേള്. ചെറുപ്പത്തില് സുധിയളിന് ചന്ദനം കടത്തായിരുന്നു. വെള്ളക്ക ഇങ്ങനെ അരച്ചിട്ട് അത് ചന്ദനം പറഞ്ഞ് കടത്തുകയായിരുന്നു. സുധി കല്യാണത്തിന്റെ അന്ന് സുധിക്ക് ചന്ദനമില്ല, എന്നിട്ടൊരു ബിസ്ക്കറ്റ് കലക്കിയിട്ട് ഇങ്ങനെ ചന്ദനമായിട്ട് അന്ന പറയന്ന എന്നെ ഉണ്ടല്ലോ വെക്കേഷൻ ടൈം ഒന്നും അമ്മ കളിക്കാനൊന്നും വീടില്ലേ. മൂക്കുകയറും പൊട്ടിച്ചോണ്ടാണോ കൊച്ചെ അമ്മയ്ക്കും വന്നേ? ജോലിയുണ്ട്. അപ്പൊ അച്ഛൻ രാവിലെ ജോലിക്ക് പോവും, അമ്മയും പോവും. എന്നിട്ട് എന്നെ ചേട്ടനെ വീട്ടിലിട്ട് അടച്ചിട്ടാണ് പോവുക. കാരണം എന്താ കാര്യം എന്നറിയാമോ? കാക്കറാഞ്ചും പിന്നെ പിള്ളേരെ പിടുത്തക്കാരുണ്ട് ചേട്ടാ, എന്നെ പിടിച്ചോണ്ട് പോയല്ലോ ഓർത്തിട്ടാ. എന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്നറിയോ, എന്റെ റൂമിന്റെ അവിടെ വുഡിന്റെ തടിയുടെ ജനലാ. അപ്പൊ ഞാൻ ഈ വുഡിന്റെ പീസ് ഉണ്ടല്ലോ അതിങ്ങനെ ഇങ്ങനെ ഉരുട്ടാൻ പറ്റും. അത് ഉരുട്ടി റിമൂവ് ചെയ്തിട്ട് അതിന്റെ ഇടയിൽ കൂടെ കളിക്കാൻ പോകും. കളിക്കാൻ പോയിട്ട് വൈകുന്നേരം അമ്മ വരുന്നതിന് മുൻപേ അതുവഴി തന്നെ അത് കേറി. ഊരാ തന്നെ നിനക്ക് ഇറങ്ങാമല്ലോ. അല്ല, അത് ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ എങ്ങനെ നടന്നു പോവാ? പിന്നെ ഞാൻ ഒരു ദിവസം കണ്ടത്തില് ചേറില് മറിഞ്ഞു വീണിട്ട് കിട്ടാണ്ടായിട്ടുണ്ട് ഇങ്ങനെ. എന്നിട്ട് മുഴിയാന്ന് പറഞ്ഞ് പിടിച്ചെടുക്കുകയായിരുന്നു. അവസാനം ഒറ്റാലില്ലേ, ഒറ്റാൽ ഊന്നി ഇങ്ങനെ കൈയിട്ടിളക്കി. അല്ല, താങ്കൾ വെക്കേഷൻ സമയത്ത് എന്താണ് പരിപാടി? ഈ ഒറ്റപ്പൂരാടായിട്ട് വളർന്ന കാരണം ഒറ്റയ്ക്കുള്ള കളിയാണ്. അതെ, കക്ക വാരാൻ പോകും, തൊണ്ടതെല്ലാം പോവും. കൊണ്ടുതെല്ലാം പോകും. എനിക്കൊരു പാവക്കുട്ടി ഉണ്ടായിരുന്നു. അതിന് ഞാൻ ടിങ്കു എന്നാ പേരിട്ടിരുന്നെന്ന് തോന്നുന്നു. തങ്കു അല്ല ടിങ്കു. തങ്കു എന്നൊക്കെ പട്ടിക്കുട്ടിക്കല്ലേ ഇടണേ, പാവക്കുട്ടിക്ക് ഇടാൻ കൊള്ളാവോ അതൊക്കെ? ആ പാവക്കുട്ടിയുടെ ഇവിടെ ഇങ്ങനെ നെഞ്ചിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ഇള്ളയെന്ന് പറയും, പിന്നെ അത് ചിരിക്കും, കരയും, അങ്ങനെ പലതും ഉണ്ട്. അപ്പൊ ഞാൻ അമ്മ ഈ കുഞ്ഞാവ ഞാൻ സിറ്റുവേഷൻ അനുസരിച്ച് ഇവിടെ നിന്ന് ഞെക്കി കൊടുക്കും. പാവയ്ക്ക് ഇത് ഈ രൂപമായിരുന്നു. പുക്കളെന്ന് കാണിച്ചാൽ ഞെക്കി ഇള്ളയെന്ന് പറയുന്നത്. അവിടെയാ ക്യാമറ പറ. അതിന്റെ വയറിന്റെ ഭാഗത്ത് ഞെക്കെ ഇള്ളയല്ല, കള്ള. രണ്ടാമത്തെ വെക്കേഷൻ അമ്മയുടെ വീട് കൊടുങ്ങല്ലൂരാ. കൊടുങ്ങല്ലൂര് പോയി അവിടെ അവര് പയർ നന്നാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ പച്ച കളറിൽ നീളത്തിലുള്ള പയർ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയാണോ നന്നാക്കുന്നത്? അതെ, അത് ശരിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പയർ മണി കണ്ടപ്പോ ഒരു 6 എണ്ണം നൈസായിട്ട് മൂക്കിൽ കൊണ്ടിട്ടു. എന്നിട്ട് ഇവർക്ക് എന്താ കാര്യം? പൗഡറൊക്കെ അതിനകത്തിട്ട് പാചകം ചെയ്ത് ഞാനും ഇതുപോലെ ചെറിയ ബാറ്ററി ഇല്ലേ വട്ടത്തിലുള്ള അത് വിഴുങ്ങിയിട്ടുണ്ട്. വെരി ഗുഡ്, സെയിം പിച്ച്. അന്ന് മൊത്തം ഫുൾ എനർജി ആയിരുന്നു, ബാറ്ററി ചാർജ് ആയിട്ട്. ചെറിയ ബാറ്ററി വിഴുങ്ങിയെന്ന്. ആ ബാറ്ററി ഇപ്പോഴും വീക്ക് അല്ല, ഫുൾ ചാർജിൽ നിൽക്കുകയാണ് ആ ബാറ്ററി ഇപ്പോഴും ഉള്ളില്. നേരത്തെ വെച്ചിട്ട് മണ്ണപ്പം ഉണ്ടാക്കി എത്ര പേര് കളിച്ചിട്ടുണ്ട്? ഞാൻ കളിച്ചിട്ടുണ്ട്. അങ്ങനെ അത് എല്ലാവരും കളിച്ചിട്ടുണ്ട്. ഈ ചേരട്ടയില്ലേ ഇങ്ങനെ മുക്കൂത്തിയും ചേരട്ടയും ഇങ്ങനെ അതിനെയൊക്കെ പെറുക്കി തിന്നൂലേ? വന്ന സ്ഥലം തെറ്റിപ്പോയി. കേരട്ടനെയും പാമ്പിനെയൊക്കെ തിന്നണം. എന്തേത്? നമ്മളൊക്കെ മണ്ണപ്പം ഉണ്ടാക്കുമ്പോ സുധി ചെറുപ്പം മുതൽ ഉണ്ടാക്കുന്നത് എന്താണെന്നറിയാമോ? കള്ളപ്പം. എന്റെ ബാല്യത്തിൽ വേറെ കളി ഉണ്ടായിരുന്നു, കല്യാണം കഴിച്ച് കളിക്കും. നമ്മുടെ സെയിം ഏജുള്ള പെൺപിള്ളേരുണ്ടാവില്ല. ടോട്ടൽ എത്ര എണ്ണം കഴിച്ചു? ഞാനാ എത്ര എണ്ണം, ഒരു ഒട്ടുമിക്ക ദിവസം കല്യാണം കല്യാണം കഴിച്ച് കളിക്കാന്നുണ്ട്. ഒരു ഈ ചെമ്പരത്തി പൂവിന്റെ മാലയൊക്കെ ഇട്ട് അത് തമ്മിൽ ഇട്ട് അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും സദ്യ, ചെറിയ ഇലയിലും മണ്ണൊക്കെ ഇട്ടിട്ട് സദ്യ. അപ്പൊ സദ്യ കഴിഞ്ഞ ഉടനെ തന്നെ വാ നമുക്ക് എടുക്കാം. ഒട്ടുമിക്ക ദിവസം കല്യാണം. കല്യാണം കഴിച്ചിട്ടില്ലെങ്കിലും ഞങ്ങൾക്ക് കുഞ്ഞാവയൊക്കെ പാവക്കുട്ടിയൊക്കെ ആയിട്ട് ഞങ്ങൾ കളിക്കാറുണ്ട്. അപ്പൊ ഭർത്താവില്ല അങ്ങനെ പാവക്കുട്ടിയും അല്ല, സാങ്കല്പികമല്ലേ ഏട്ടാ? നമ്മളൊക്കെ പ്രാക്ടിക്കലാ. പിന്നെ ഇതുണ്ടായിരുന്നു, ഈ റബ്ബർ ഈ അണ്ടി കശുവണ്ടിയുടെ കറ എടുത്തിട്ട് ബോട്ട് വിടും. ഓക്കെ, നമ്മുടെ കുഞ്ഞു കുട്ടികൾക്ക് എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ജനറേഷൻ വ്യത്യാസം ഉണ്ടെങ്കിലും ഉല്ലാസേട്ടാ എന്തോ കുട്ടിക്കാലത്ത് ഭയങ്കര നൊസ്റ്റു തോന്നണ ഒരു കുട്ടിപ്പാട്ട് പാടിയിട്ട് നമുക്ക് തുടങ്ങാം. തത്തേ തത്തേ തുഞ്ഞ് തത്തേ എങ്ങനെ ഇട്ടി പച്ച നിറം. തത്തേ തത്തേ തുഞ്ഞ് തത്തേ എങ്ങനെ കിട്ടി പച്ച നിറം. നെല്ല് പറിക്കാൻ പോയപ്പോൾ കിട്ടിയതാണ് ഈ പച്ച നിറം. തത്തേ തത്തേ തുഞ്ഞ് തത്തേ എങ്ങനെ കിട്ടി പച്ച നിറം. പുഞ്ചപ്പാടത്ത് നെല്ല് കോറിക്കാൻ പോയപ്പോ പച്ച നിറം.
എക്സ്ട്രാ വരി ഇട്ടിട്ട് ലോജിക്കാവണം. അമ്മേ 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 നമ്മുടെ അമ്പിളി അമ്മാവൻ എപ്പ വരും? അമ്പിളി താരകൾ അത്താഴമുണ്ണാരെപ്പ വരും? അമ്മേ 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 നമ്മുടെ അമ്പിളി അമ്മാവൻ എപ്പ വരും? അമ്പിളി താരകൾ അത്താഴമുണ്ണാരെപ്പ വരും? അത്താഴമുണ്ണാരെപ്പ വരും? ഒന്നാം നാൾ ഉല്ലാസ യാത്ര പോയപ്പോൾ ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു. രണ്ടാം നാൾ ഉല്ലാസ യാത്ര പോയപ്പോൾ രണ്ടു ചെണ്ടുമല്ലി ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു. മൂന്നാം നാൾ ഉല്ലാസ യാത്ര പോയപ്പോൾ മൂന്ന് മൂക്കുറ്റി ചെണ്ടുമല്ലി ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു. നാലാം നാൾ ഉല്ലാസ യാത്ര പോയപ്പോൾ നാല് നാരങ്ങ മൂന്ന് മൂക്കുറ്റി രണ്ട് ചെണ്ടുമല്ലി ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു. അഞ്ചാം നാൾ ഉല്ലാസ യാത്ര പോയപ്പോൾ അഞ്ച് അച്ചിങ്ങ നാരങ്ങ മൂന്ന് മൂക്കുറ്റി രണ്ട് ചെണ്ടുമല്ലി ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു. ആറാം നാൾ ഉല്ലാസ യാത്ര പോയപ്പോൾ ആറ് താറാവ് അഞ്ച് അച്ചിങ്ങ നാല് നാരങ്ങ മൂന്ന് മൂക്കുറ്റി രണ്ട് ചെണ്ടുമല്ലി ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു. ഏഴാം നാൾ ഉല്ലാസ യാത്ര പോയപ്പോൾ ഏഴ് ഏത്തയ്ക്ക ആറ് താറാവ് അഞ്ച് പച്ചിങ്ങ നാല് നാരങ്ങ മൂന്ന് മൂക്കുറ്റി രണ്ട് ചെണ്ടുമല്ലി ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു. എട്ടാം നാൾ ഉല്ലാസ യാത്ര പോയപ്പോൾ നിങ്ങളെ വഴക്ക് തീർന്ന ഈ സൈഡിൽ നിന്ന് നമ്മൾ ഇത്രയും പാട്ട് പുരുഷൻ എന്നെ അനുഗ്രഹിക്കണം. അതെ ഇത്രയും പിന്നെ അല്ല ഇത്രയും പാട്ടുകൾ നമ്മൾ പാടിത്തന്നപ്പോ ചോട്ടാ പീസ് എല്ലാരും കൂടി ഒരു പാട്ട് ഞങ്ങൾക്ക് ഇങ്ങോട്ട് പാടിത്തരോ? അതല്ലേ അതിന്റെ ഒരു ഇത്. സ്കൂളിൽ പഠിപ്പിച്ച പാട്ട് ഒരു പാട്ട് പഠിക്കും. അല്ല ഞാനൊരു കാര്യം പിള്ളേർക്ക് എനർജി വരാൻ വേണ്ടി ഞാനൊരു പാട്ട് പാടാം. ഓക്കെ ഒരു താറാവിന്റെ പാട്ട് പാടാം. നേരത്തെ സാറാമ്മയ്ക്കൊരു താറാവ് തവിട് കൊടുക്കണ താറാവ് കുത്തരി തിന്നണ താറാവ് കാക്കാ കാരണ താറാവ് ആറില് മുങ്ങണ താറാവ് പിന്നെ തോട്ടില് പൊങ്ങണ താറാവ് മുട്ടയിടുന്നൊരു താറാവ് കുട്ടിക്കുറുമ്പൻ താറാവ് സാറമ്മയ്ക്കൊരു താറാവ് തവിട് കൊടുക്കണ താറാവ് കുത്തരി തിന്നണ താറാവ് കാക്കാ കാരണ താറാവ് ആറില് മുങ്ങണ താറാവ് പിന്നെ തോട്ടില് പൊങ്ങണ താറാവ് മുട്ടയിടുന്നൊരു താറാവ് കുട്ടിക്കുറുമ്പൻ താറാവ് പാവപ്പെട്ടൊരു താറാവ് നാട്ടിലെ ഓമന താറാവ് ഊരുകൾ ചുറ്റിപ്പാതിക നേരം കൂട്ടിലടയണ താറാവ് പാവപ്പെട്ടൊരു താറാവ് നാട്ടിലെ ഓമന താറാവ് ഊരുകൾ ചുറ്റിപ്പാതിര നേരം കൂട്ടിലടയണ താറാവ് കൂട്ടിലണയണ താറാവ് കൂട്ടിലണയണ താറാവ് സാറമ്മയ്ക്കൊരു താറാവ് താറാവേ താറാവേ. സൂപ്പർ. ബിനീഷ് ഭാഷൻ പറഞ്ഞറിയാമോ? എന്റെ വീടിന്റെ അടുത്ത് വിളിച്ച വിളി കേൾക്കണ ഒരു പുണ്യാളുണ്ടോ ഒന്ന്. അതല്ലേ ലക്ഷ്മിജി ഈമേട്ടൻ ഞങ്ങളോട് പറയുവാണേ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ഇനി മുതൽ നിങ്ങൾ എന്നെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് സിംഗറേട്ട എന്ന് വിളിക്കണം. ആ പേര് നമ്മൾ ആൾക്കാരുടെ മനസ്സിൽ പതിപ്പിക്കണമെന്ന്. സിംഗറേട്ടൻ ഭാഗ്യം പ്ലേ ബാക്ക് സിംഗർ. എല്ലാരും പാടുമ്പോ പാടിയിട്ട് കാര്യമില്ല, ഒറ്റക്ക് ആരും പാടാത്ത അത് സ്ട്രാറ്റജി അല്ലേ? ശരി കേക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി ചൊല്ലി, പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി ചൊല്ലി. കേക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചിയിൽ അഴിമുഖം കണ്ടേ, ഒരു കൊച്ചിക്കാരി പെണ്ണിനെ കണ്ടേ. കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചിയിൽ അഴിമുഖം കണ്ടേ, ഒരു കൊച്ചിക്കാരി പെണ്ണിനെ കണ്ടേ. കേക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. ചക്കര
കണ്ടു പഠിക്ക്. അവിടെ പേരെന്താ? കണ്ടു പഠിക്ക്. അബിയ അബിയ ഏത് ക്ലാസ്സിലാ പഠിക്കണ അബിയ കുട്ടി? 5th സ്റ്റാൻഡേർഡ്. ഇവരാരും പാടാതിരുന്നപ്പോ ചക്കര പറഞ്ഞു ഞാൻ പാടാം. എന്ത് രസമായിരുന്നു, വലിയ ആൾക്കാരുടെ കൂടെ കോമ്പറ്റ് ചെയ്തത്. പക്ഷെ ജയിച്ചത് അബിയ കുട്ടിയാണ് കേട്ടോ. അബിയക്കുട്ടി. മോളുടെ പേര് കോറസ് സപ്പോർട്ട് ഏഞ്ചൽ. ഏഞ്ചൽ. അടിപൊളി. അങ്ങനെ ഈ ഷെഡ്യൂളിലെ പാട്ടുകളെല്ലാം അത് അവസാനിച്ചിരിക്കുകയാണ്. മാത്രവുമല്ല, അങ്ങനെ ഈ ഷെഡ്യൂളിൽ ബിനീഷ് ബാസ്റ്റിനെ തുടച്ചു നീക്കുകയാണ്. അതും വെള്ളം തളിച്ചിട്ട്. ചേട്ടൻ എന്താ പറഞ്ഞെന്നറിയോ? ഇവർക്കൊക്കെ പാടാൻ വേണ്ടിട്ടല്ലേ ടോപ്പ് സിംഗർ ഉള്ളത്. സ്റ്റാർ മാജിക് ഞങ്ങൾക്കല്ലേ പാടാൻ. എല്ലാ ചോട്ടാസിനും ഇന്നത്തെ സ്റ്റാർ മാജിക് എപ്പിസോഡ് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. വൺസ് അഗൈൻ വെൽക്കം ഓൾ ഓഫ് യു. ഇത് സ്റ്റാർ മാജിക്. ഇനി സ്റ്റാർ മാജിക്കിൽ അതിന് വളരെ വളരെ രസകരമായിട്ടുള്ള ഒരു ഗെയിമിലേക്കാണ് നമ്മൾ പോണേ. കാരണം ഇന്ന് നല്ല ഗെയിംസ് നമ്മൾ കൊടുക്കണം. കാരണം നമ്മളെക്കാളും എനർജറ്റിക് ആയിട്ടുള്ള കുറേ ചോട്ടാപ്പീസ് വന്നിട്ടുണ്ട്. സോ റെഡി? ഓക്കേ, മൂവിംഗ് ഓൺ ടു ദി ഗെയിം ആൻഡ് ദാറ്റ് ഈസ് സാരി സടകുട. എന്നാ സാരി സടകുട എങ്ങനെ കളിക്കുന്നുള്ളത് നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങണേ എനിക്കൊരു കാര്യം. എന്താണാവോ? സാരിയും പാട്ടുകാരും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്. സാരിയും പാട്ട് വരും അല്ലേ? പാട്ട് വേണ്ട. സാരിയും പാട്ടും അതില് 2 സാരി ഒന്നിച്ച് തയ്ച്ചത് ഇങ്ങോട്ട് അവന്റെ വായിൽ കുത്തി കയറ്റി സാരി സടകുട. സാരി കോമഡി ആയിട്ടും എന്തോ അയ്യോ കൊല്ലണ്ട. വിട്ടേ. എടാ സുധി, നിന്റെ കാലയിൽ ആണിയുള്ളതാണ്, തിരസ് കയറി പോകും. ഓർത്തിട്ട് വേണം ചവിട്ടാൻ. പുള്ളി ആക്രിക്കടയിൽ നിന്നാ കുറെ നാള്. എന്ത് കിട്ടിയാലും ചവിട്ടി ആക്രി കോമഡി പിടിച്ചോ. എന്ത് കിട്ടിയാലും ചവിട്ടിക്കുട്ടി എടുക്കുന്നു. വല്ലവന്റെ ഷൂ അല്ലേ? വലവേട്ട അത്ര മതിയോ? അപ്പൊ ഈ സാരി സടകുട എന്ന് പറഞ്ഞ ഗെയിം എങ്ങനെയാ കളിക്കണമെന്നല്ല ഞാൻ പറഞ്ഞുതരാം. ഒരു ടീമിൽ നിന്ന് 6 പേരും ഇവിടെ വന്ന് നിൽക്കണം. ഈ ടീമിൽ നിൽക്കുന്ന ഗേൾസും ചേട്ടന്മാരൊക്കെ ഉണ്ടായിരിക്കും. ഈ 3 ചേട്ടന്മാര്, ഈ ഗെയിം കളിക്കുന്ന ചേട്ടന്മാർ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അമ്മമാരും അതുപോലെ തന്നെ നിങ്ങളുടെ അനിയത്തിമാര് ഭാര്യമാരൊക്കെ കുളി കഴിയുമ്പോൾ നമ്മളിങ്ങനെ ടർക്കി അല്ലെങ്കിൽ തോർത്തുമുണ്ടൊക്കെ ഇങ്ങനെ തലയിൽ ഇങ്ങനെ ഈറനിൽ കെട്ടി വെക്കില്ലേ, ഇങ്ങനെ മടക്കി കെട്ടി വെക്കില്ല, അതുപോലെ നിങ്ങൾ ഇങ്ങനെ കെട്ടണം. അങ്ങനെ നമ്മൾ കെട്ടിയതിന് ശേഷം പിന്നെ ആദ്യത്തെ ആള് സാരി പാസ് ചെയ്യാണ്. അതിങ്ങനെ റോൾ ചെയ്ത് അറ്റത്തെ ആളിലേക്ക് എത്തണം. അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് പാസ് ചെയ്ത് ഈ നിൽക്കുന്ന 6 പേരും സാരി ഉടുക്കണം. ഏറ്റവും ആദ്യം സാരി ഉടുത്ത് കഴിയുന്ന ടീമായിരിക്കും സാരി സടകുട എന്ന് പറഞ്ഞ സടകുടഞ്ഞ് ഉണർന്ന് റാമ്പോ ഒക്കെ ചെയ്യാൻ പോണേ. ഓക്കെ, ഇതിനകത്ത് ഏറ്റവും വലിയ കോമഡി എന്നാന്നറിയാമോ? ഞാൻ ആ ടീമിലാ. സാരി സടകുടേന്നായിക്കോട്ടെ. ആയിക്കോട്ടെ, അടിപൊളി. ഓക്കെ ചേട്ടാ, ചെറുപ്പത്തില് കല്യാണം കഴിക്കലാണ് ഏറ്റവും കൂടുതൽ കളിച്ചിട്ടില്ലെന്ന് പറഞ്ഞല്ലോ. അതിൽ ഈ സാരി ഉടുപ്പിക്കലോ അങ്ങനത്തെ എന്തെങ്കിലും സീനുകൾ ഉണ്ടായിരുന്നോ? അല്ല, പെറ്റിക്കോട്ടിട്ടുള്ള പ്രായം. സാരിയൊന്നുമില്ല. ഇല്ല അല്ലേ? ശരി. അപ്പൊ ആ ഒരു ഗെയിം ഒക്കെ ഇൻസ്പയർ ചെയ്തുകൊണ്ട് നമ്മൾ സാരി സടകുടയിലേക്ക് വരികയാണ്. നോബി ചേട്ടൻ എന്തോ ആലോചിച്ച് ചിരിച്ചുകൊണ്ടിരിക്കണം. വന്നോളൂ. എല്ലാരും സാരി ഉടുക്കും, പക്ഷെ ഈ നോബി എങ്ങനെ സാരി ഉടുക്കും? എന്ത്? എനിക്ക് ആലോചിച്ചിട്ട് എനിക്ക് ചിരിക്കാൻ സാരി ഉടുത്തത്. സാരി ഉടുക്കുക എന്നല്ല, ശരിക്കും പറയണം സാരി ധരിക്കുക. വന്ന് ധരിക്കൂ. വരൂ. ഓക്കെ, അപ്പൊ സാരി സടകുടേ നമ്മളിതാ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. റെഡി? അന്നാചാക്ക പറയാട്ടോ, സാരി എടുക്കണേ വെപ്രാളെ തന്നെ ഉടുപ്പ് ഉരുക്കൊണ്ട് പോരുത്. സാരി സടകുട കൗണ്ട് ഡൗൺ കൊടുക്കാൻ പോവാ. കൗണ്ട് ഡൗൺ. 3, 2, 1. ആദ്യം തലയിൽ കെട്ടണം. ചേച്ചിമാര് ചെയ്യണ പോലെ. നോബി ചേട്ടാ, വെരി ഗുഡ് ജോബ്. ആദ്യത്തെ ടീമിന്റെ ഫസ്റ്റ് കെട്ടിക്കഴിയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാട്ടോ. വെരി ഗുഡ്. ആല് സ്റ്റാർട്ട് ചെയ്തു. വെരി നൈസ് കളർ, നന്നായിട്ട് സ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഈ തങ്കച്ചൻ എന്നെ കാണിക്കണേ. അവിടെ പണി തുടങ്ങി. ഇവനൊക്കെ നീ എന്നാ പൊറോട്ടയ്ക്ക് വീശി വേണോ? പതുക്കെ എനിക്ക് തലകറങ്ങുന്നു. സൂപ്പർ, യു ലുക്ക് വെരി വെരി ബ്യൂട്ടിഫുൾ. അയ്യോ, ഞാനൊരു വലി വലിച്ച പമ്പരം പോലെ ഇവിടെ കറക്കട്ടെ. ഇവിടെ ഉണ്ട്. ഞാൻ ചുറ്റുമല്ല, മൊത്തം അഴിക്കണം.
എടി മൊത്തം അഴിക്കണം. നോബി കാണിക്കാണ്ടില്ലേ? ആ എന്ത് ടീം എവിടെ ചെയ്യണേ? എങ്ങനെയാണ് സംഭവം? ഇവിടെ നിന്നാണോ? എന്നിട്ട് രണ്ട് ചുറ്റിട്ട് കൊടുത്തു. നോബിച്ചേട്ടൻ ടീം ലീഡ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഞാനാ കൊടുക്കുന്നത്. കളിച്ചു വരണം. വെരി ഗുഡ്. ബിനുചേട്ടനും തൊട്ട് പിന്നാലെ ഉണ്ട്. ഗുഡ് ഞാൻ ജോബ്. തൊട്ടുപിന്നാലെയുണ്ട്. യെസ്. ഉല്ലാസേട്ടാ കേന്ദ്ര ബിന്ദുക്കൾ പിന്നിലും മുന്നിലും. വാവ്. ഉല്ലാസേട്ടൻ ബ്രോ, എന്റെ ഭഗവാൻ. ബിനുചേട്ടാ എത്ര പേർക്ക് സാരി ഉടുപ്പിച്ചു കൊടുത്തിട്ടുണ്ട്? ആ പ്ലീറ്റ് ഇടുന്നൊക്കെ കറക്റ്റ് ആണല്ലോ. വാവ്. 12 പേരും ആരുടെ സഹായം കൂടാതെ ഒറ്റയ്ക്ക് സാരി ഉടുക്കുന്ന അല്ലല്ല, ഒരു അങ്ങനെ മതി. രീതിയാണ് ഈ ഫ്ലോറിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നൈസ്. ഇവിടെ 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 മതി. കാശിൽ നീ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓക്കെയാണ്. ആ ചുറ്റും വെള്ളം ഇട്ടിട്ടോ. സാധാരണ നമ്മൾ സാരി ഉടുക്കണമെങ്കിൽ നമുക്ക് 10 പേരുടെ ആവശ്യം ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ജനറേഷൻ. പക്ഷേ ചേട്ടന്മാരൊക്കെ സാരി ഉടുക്കുന്ന കണ്ടിട്ട് എന്റെ കിളി പോയിരിക്കണ്ട. നിനക്കെന്തടി? നിനക്കെന്ത്? അല്ല, നിങ്ങളൊക്കെ ആരെയാണെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? ഞാൻ ഇവിടുത്തെ ആങ്കർ ലക്ഷ്മി നക്ഷത്രയാണ്. ഞാനാണോ ഇത്? ലക്ഷ്മി നക്ഷത്രം ഫ്രണ്ടിലേക്ക് കയറി നിന്ന് കാണട്ടെ. ഇത് സ്റ്റാർ മാജിക് പവേഡ് ഭായി കുറെ പഴങ്ങൾ ആൻഡ് കിടങ്ങൾ. നിങ്ങൾ പറ ഇതാണോ നല്ലത് അതാണോ നല്ലത്? ഉല്ലാസേട്ടൻ. എന്റെ അമ്മോ, ലക്ഷ്മി നക്ഷത്ര. ഈ ലക്ഷ്മി നക്ഷത്രം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറയണേ. സ്റ്റാർ മാജിക് പവേഡ് ഭായി വേറെ കുറെ പഴങ്ങൾ വേറെ കുറെ കിഴങ്ങുകൾ. ഈ ലക്ഷ്മി നക്ഷത്രം ഇത് പ്രഗ്നന്റ് ആണല്ലോ. ഭയങ്കര രസായിട്ടാണ് ഇവര് സാരി ഉടുത്തത് കേട്ടോ. ഓരോരുത്തരും അവരവരുടെ രീതിയിൽ. അപ്പൊ ഇവർക്ക് ഇനി പേരിടൽ ചടങ്ങാണ്. ആദ്യം നമുക്ക് ചേച്ചിമാർക്ക് എന്താ മോണിക്ക. പേര്? താടിയും മുടിയുള്ള ഇത് മോണിക്കാണ്. അപ്പുറം ഞവണിക്കാന്ന്. ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? മൈ നെയിം ഈസ് മോണിക്ക, കമ്മിങ് ഫ്രം ഓസ്ട്രേലിയ. 2 കങ്കാരുണ്ട് സ്വന്തമായിട്ട്. കണ്ടിട്ട് ഉഗാണ്ടെന്ന് വന്ന പോലെ ഉണ്ട്. ഒരു വേലക്കാരി ലുക്ക്. അയ്യോ ശാന്തേ, നീ അങ്ങനെ പറയല്ലേ ശാന്തേ. അല്ല, എന്റെ പേര് ക്ലിയോപാട്ര. അമേരിക്കയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ലക്ഷ്മി നക്ഷത്ര. ഒന്നും കൂടെ എല്ലാരും കൂടെ ഒന്ന് കേട്ടോട്ടെ. ഐ ആം ലക്ഷ്മി നക്ഷത്ര സൈനിങ് ഔട്ട്. വേറെ കോമഡി അതല്ല, ലക്ഷ്മി നക്ഷത്രയുടെ നെഞ്ചത്തെ 2 രോമം നരച്ചതാ ഞാൻ കണ്ടു. I am Monica Levensia from ലെവൻസിയോ? ഇവിടെ പോടാ ഒന്ന് പറഞ്ഞിട്ട് വേണം. അവിടെ ഏതാണ്ട് പറഞ്ഞു വിട്ടു. ഇത് പൊടിച്ച് ഞാൻ കാട്ടില് ചുള്ളി അടിക്കാൻ പോണു. ഞാൻ പൊടിക്കുകയാണെങ്കിൽ നീ കല്ലുമല സെലക്ട് ചെയ്യാം. Okay, please introduce yourself. I am working the South Railway Station and from the Malakarikada. Sorry, Malaysia. And Metro Station and പേര് പറഞ്ഞില്ല. Levensia and England. മെട്രോ പിന്നെ ബോഗി നമ്പർ 35. നിങ്ങൾക്ക് ആർക്കാണെങ്കിലും വിളിച്ചിട്ട് വരാം. എന്റെ നമ്പർ ഞാൻ അവിടെ എഴുതി ഇട്ടിട്ടുണ്ട് കേട്ടോ. ശരി, ഓക്കെ. ലെവൻസിയ കേട്ടോ. മോണിക്ക, ലെവൻസിയ, ലക്ഷ്മി നക്ഷത്ര. ആൻഡ് യുവർ ഗുഡ് നെയിം പ്ലീസ്. കറക്റ്റ് പോയിന്റിൽ നിന്നാ പുള്ളി പറയുള്ളൂ. എന്റെ പേര് ബീന. അമ്മളെ പേര് റീന. അനിയത്തി ബിനി. എന്റെ ഹോബി മേക്കിംഗ് ഡോൾ. അതിനെന്താ? എന്റെ കയ്യിൽ നിന്ന് പോയതാണ്. പേടിക്കണ്ട. പോട്ടെ. ബീന പാട്ട് ഭാഗം കിടക്കണേ. ബീന മൊത്തം കോമഡി. പാട്ട് പാടൂല. പാടണ്ട. പാടണ്ട. ഇനിയാണ് ശരിക്കും നമുക്ക് കാണേണ്ട ഒരു പെൺകുട്ടി എന്ന് പറയുന്നത്. അങ്കലാവണ്യം എന്നൊക്കെ പറയുമ്പോൾ ദാ ഇങ്ങനെ ആയിരിക്കണം ഒരു പെൺകുട്ടി. പൊറോട്ടയുടെ ചുരുളഴിയും പോലെ അഴിഞ്ഞോണ്ടിരിക്കുക സാരി. ഹായ്, ഞാൻ ഡയാന രാജകുമാരി. അടി ചുണ്ടൊക്കെ റോയൽ ചുണ്ട്. എന്നും വൈകിട്ട് ചുണ്ടെടുത്ത് ഗ്രില്ല് ചെയ്യും. ഇത് രാജകുമാരി കാർ അപകടത്തിന് ശേഷമാണ്. അന്ന് മരിച്ചില്ല മുമ്പിലാത്തി ഇങ്ങനെ. അപ്പൊ ഇതെല്ലാം നമ്മുടെ ചേട്ടന്മാരുടെ ഒരു വ്യത്യസ്ത ലുക്ക് നിങ്ങൾ കണ്ടു. ഇഷ്ടപ്പെട്ടോ? ശരി, അപ്പൊ അതിനു
മുമ്പ് ഇവർക്ക് റാംബോ ഒക്കെ ആണ് എന്റെ പിന്നിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരുമിച്ചൊരു റാംബോക്ക് ചേട്ടന് കാണുന്നുണ്ട്. നമ്മളൊക്കെ റംബോക്ക്. ഓക്കെ, ലക്ഷ്മി നക്ഷത്ര പ്ലീസ് കം സ്റ്റാൻഡ് ഇൻ ദ സെന്റർ. ബോയ്സ് ഒന്ന് മാറിക്കൂ. നിനക്ക് എത്ര പിള്ളേരാണ്? ഇരട്ടേന്ന് കേട്ട സ്കാനിങ്ങിൽ പറയണം. അതെ, അല്ല അവരൊക്കെ കാണോ ഈ പരിപാടി? ചോദിച്ചാട്ടെ. അയ്യോ, ഉച്ചവിലങ്ങ് വീണു പോയിന്ന്. ശരി, ഇനി നമ്മുടെ സ്വന്തം പെൺപടയുടെ അങ്ങോട്ട് പോവാ. നല്ലൊരു കൈയടി. അവിടെ നിന്ന് ഇങ്ങനെ 5 മണിക്ക് കൊച്ചു വരും, വിളിക്കാൻ പോവാ. കറങ്ങി നിന്നു. അമേരിക്കയിൽ നിന്ന് വന്നിട്ട് ജംഗ്ഷനിൽ കൂടെ നടക്കുവാ. ആക്ച്വലി ആദ്യം ചെയ്തത് ഓക്കെ, രണ്ടാമത് ചെയ്തത് ഇവരെന്തോ ഞങ്ങളുടെ കോപ്പി അടിച്ച് ചെയ്ത ഒരു ഫീല്. അല്ലാതെ നിങ്ങള് പെൺകുട്ടികൾ എങ്ങനെ നടക്കണേ നോക്കി ചെയ്തതല്ല. ശരി, സലീമേട്ടാ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ സാരി? അല്ല, കാറ്റ് വാക്ക് പലരും ശരിയായില്ല. ഉല്ലാസം നന്നായിരുന്നു. ലക്ഷ്മി നക്ഷത്ര ഉല്ലാസം നന്നായിരുന്നു. അടിമാലി കാറ്റ് വാക്ക് ഒക്കെ നല്ല രസമായിരുന്നു. പെണ്ണുങ്ങൾ അത്ര ചൊവ്വായില്ല. ഈ വിദ്യ മാത്രമാണ് അതിൽ കുറച്ച് എന്താണ് പറയാ നന്നായിന്നോ? ഞാൻ അവളോട് ചെറിയ പൊടിക്കൈ പറഞ്ഞു കൊടുത്തോണ്ട് അവള് രക്ഷപ്പെട്ടു. അതെ, ഓഡിയൻസ് എന്താ പറയണല്ലേ? തലക്കെട്ട് കെട്ടിയിട്ടുള്ള ആൾക്കാരുടെയാണ് നന്നായിന്നുണ്ടെങ്കിൽ കൈ പൊന്തിക്കൂ. അടിപൊളി. അയ്യങ്ങ് പൊക്കാത്തവർക്ക് ഉച്ചയ്ക്ക് ഊണില്ലെന്ന്. ശരി, ഇനി ലൈക്ക് ശ്രീവിദ്യ, ആലിസ്, ഐശ്വര്യ, അതുപോലെ അന്ന, അങ്ങനെ എല്ലാവരുടെയാണ് നന്നായി എന്നുള്ള ഒരു കൈ പൊന്തിക്കൂ. അച്ചോടാ, ഈ ഒരു ഗെയിം കഴിയുമ്പോ സാരി സടകുടാ സടകുടാ എന്ന് പറഞ്ഞ ഈ ഒരു ഗെയിം കഴിയുമ്പോ ഇതില് ജയിച്ചിട്ടുള്ളത് പേരെന്തായിരുന്നു പറഞ്ഞേ? ശരി, ലക്ഷ്മി നക്ഷത്ര ആന്റി. ലക്ഷ്മി അപ്പൊ ജയിച്ച ഞങ്ങളാണോ? അതെ. പ്രേക്ഷകർ ചോദിക്കുന്നു ചാട്ടയില്ലേ ചാട്ടയില്ലേ. ചാട്ടയുണ്ടല്ലോ. ഉണ്ടോ? അയ്യോ, പുതിയൊരു ചാട്ട വന്നിട്ടുണ്ട്, എടുക്കട്ടെ? ആന്ന്. ശരി, അപ്പൊ എന്തായാലും നമ്മുടെ ചെടുങ്ങാപ്പീസിന്റെ ലൈവായിട്ട് കാണണം എന്ന് അവര് പറയണേ. പുതിയ പഴുപ്പിച്ച ചാട്ട കൊണ്ട് കൊടുക്കാം, എടുക്കട്ടെ? അപ്പൊ
വരാൻ പോവാ. അതിനു മുമ്പ് നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷനിൽ ചെറിയൊരു മാറ്റം വരുത്താൻ പോവാ കേട്ടോ. സംഗതി ഇത്രയേ ഉള്ളൂ. തോറ്റവർ ഒരു നാൾ ജയിക്കുമല്ലോ, അത് കാരണം അവർക്കൊരു മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ നമ്മളൊരു ചെറിയൊരു ടാസ്ക് തരും. ഇപ്പൊ ജയിച്ചിട്ടുള്ളത് നമ്മുടെ ഉല്ലാസേട്ടൻ്റെ, നോബിച്ചേട്ടൻ്റെ എല്ലാവരുടെയും ടീമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരിവിടെ ചാട്ടയും കൊണ്ട് വന്ന് നിൽക്കുമ്പോൾ തോറ്റ ടീം എന്ന് പറയുമ്പോൾ പിൻചേട്ടൻ്റെ ടീം. അപ്പൊ പിൻചേട്ടൻ്റെ ടീമിലെ വെറുതെ എടുത്തു പറയാം, ഒരു മെമ്പർ വരുന്നു. എന്നിട്ട് നമ്മളൊരു കുസൃതി ചോദ്യം ചോദിക്കും. 20 സെക്കൻഡ് സമയത്തിനുള്ളിൽ നിങ്ങൾ അത് പറയുകയാണെന്നുണ്ടെങ്കിൽ ചാട്ടയിൽ ഒഴിവാക്കി തരാം. സ്വർണ്ണ നൂലിൽ ദാ പണി തീർത്ത ചാട്ട വന്നിട്ടുണ്ട്. വൈകി അടിക്കണോ അടിക്കണ്ടേ? അടിക്കണം. അടിക്കണം അല്ലേ? നമ്മള് തമ്മിൽ അങ്ങനെയൊക്കെയാണ്. ചിലപ്പോഴങ്ങനെയൊക്കെ ഉണ്ട്, ചിലപ്പം ഇങ്ങനെയൊന്നുമില്ല. അപ്പൊ വൈകിക്കുള്ളൊരു ചാൻസ് ആണ് കേട്ടോ അടി കിട്ടാതിരിക്കാൻ വേണ്ടിട്ട്. അപ്പോ ചോദ്യം ഞാൻ ചോദിക്കാൻ പോവാ. 20 സെക്കൻഡ്സ് ആണ് വൈകിക്കുള്ളത്. ആൻഡ് എന്നിട്ട് സലീമേട്ടൻ നോക്കിയാൽ മതി, ഉത്തരം കിട്ടിയെങ്കിൽ പറയാം. ഓക്കെ. വേനൽക്കാലത്ത് മനുഷ്യന് താങ്ങുന്ന ഭാരം എന്താണ്? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഉത്തരം പറഞ്ഞുതരാനോ? യെസ് ചെയ്യൂ, കുസൃതി ചോദ്യല്ലേ. വേനൽക്കാലത്ത് മനുഷ്യന് താങ്ങുന്ന ഭാരം എന്താണ്? പറ, അല്ല ഇപ്പൊ കിട്ടും നിനക്ക്. ഞങ്ങളുടെ ടീമിനെ ഞങ്ങൾക്ക് ജയിപ്പിക്കാമോ? ഇല്ല, പറ്റില്ല. ഇല്ല, അന്തർകളി കളിയാ, അതാണ് ഗെയിം. ആൻസർ പറയുന്ന ആൾക്ക് 2. ഞാൻ പറയട്ടെ, നോബിച്ചേട്ടൻ അറിയോന്ന് ഏറ്റവും ആദ്യം നോക്കട്ടെ. നോബിച്ചേട്ടൻ അറിയില്ലെങ്കിൽ ടീമിലേക്ക് വരും. നിന്റെ ടീം കാലത്ത് മനുഷ്യന് താങ്ങുന്ന ഭാരം ഉഷ്ണഭാരം. ഓക്കെ, അപ്പം ആൻസർ ഞാൻ തന്നെ പറയാം. വേനൽക്കാലത്ത് മനുഷ്യന് താങ്ങുന്ന ഭാരം ഇതാണ്. സംഭാരം. 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 ഇവിടെ വേറൊരു ഭാരം പറഞ്ഞേ, കുടുംബഭാരം എന്നൊക്കെ. അത് കുടുംബഭാരം വേനൽക്കാലത്ത് മാത്രമല്ല, കുടുംബഭാരം വേനൽക്കാലത്തല്ല, ഏറ്റവും കൂടുതൽ മഴക്കാലത്താ കുടുംബഭാരം. നിങ്ങൾ ഇരുന്നോളൂ. ഇനി കുടുംബക്കാര് തമ്മിലാവാം. കുടുംബഭാരമുള്ള ഒരു കുട്ടിയല്ലേ കുടുംബക്കാരൻ. അത് ചോദിക്കണം, വിനിച്ചേട്ടൻ ഉത്തരം അറിയില്ലെന്ന് എനിക്ക് തന്നെ അറിയാം. എന്റെ ചോദ്യം ഇതാണ്. ചുമരിന് പുറത്തുള്ള വസ്തുക്കളെ കാണാൻ സഹായിക്കുന്ന ഉപകരണം എന്ത്? എക്സ്റേ. ചുമരിനോർത്താ? ചുമരിന് അപ്പുറത്ത് കാണാം. ചുമരിന് പുറത്തുള്ള വസ്തുക്കളെ കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ജനല്. ഉപകരണം അല്ല. ശ്രീവിദ്യയുടെ ആൻസർ എന്താ? കാലിഡോസ്കോപ്പ്. എന്റെ ഭഗവാനെ. ചേട്ടന്റെ അടുത്ത് ഞാൻ ഒന്നും കൂടെ ചോദിക്കുകയാണ്. ചുമരിന് പുറത്തുള്ള വസ്തുക്കളെ കാണാൻ സഹായിക്കുന്ന ഉപകരണം. ഉത്തരം എന്താ പറഞ്ഞേ? ജനല്. ശരിയാണോ തെറ്റാണോ? അത് വിനിച്ചേട്ടനോട് എന്നാ ചോദിക്കണ്ടേ? വിനിച്ചേട്ടൻ എന്തോ ജനലുകൾ ചാടിക്കടന്ന് കണ്ടതാ. എന്റെ ഭാഗത്ത് തെറ്റുണ്ട്, സോറി. തല്ലിക്കോട്ടെ ധൈര്യമായിട്ട്. അല്ല, ഞാൻ MBBS പാസ്സായിട്ട് നിൽക്കുക. സാറ് പറ സാറേ, ഞാൻ വിജയിച്ച് നിൽക്കുകയല്ല, എന്നെ തല്ലാൻ കൊള്ളാമോ? അല്ലല്ല, ഇനി തിരിച്ചടിക്കാം. ജയിക്കും വേണം, തല്ലും കൊള്ളണം. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ന്യായമല്ല. റെഡി? 1 2 3. കേട്ടോ, സാറ് പറഞ്ഞത് ഏറ്റില്ല എന്ന് വേണം ഒന്നുകൂടെ കൊടുക്കാം. സ്ക്രീനിൽ കണ്ട പോലെയല്ല, ശ്രീവിദ്യയുടെ ഡ്രസ് അത്ര തിന്ന നല്ല വേദന എടുത്തിട്ടുണ്ടായിരിക്കും. എനിവേസ്, കൺഗ്രാറ്റുലേഷൻസ് ടു നമ്മുടെ ബിനുചേട്ടൻ. ഇനി ബിനുചേട്ടൻ ഇപ്പുറത്ത് നിന്നോളൂ. ഓക്കെ, അപ്പൊ ഇനി അത് അവിടെ കൊടുക്കൂ. ബിനുചേട്ടൻ തോറ്റതല്ലേ? ഞാൻ പലപ്പോഴും പറഞ്ഞു. എന്താണ് സാറേ ഇത്? ഇങ്ങനെയൊക്കെയാണ് സാറേ? അതല്ല, ഞാനത് വ്യക്തമാക്കി തരാം. നേരത്തെ നമ്മൾ ചോദ്യം ചോദിച്ചപ്പോ റൈറ്റ് ആൻസർ പറഞ്ഞു, ശ്രീവിദ്യക്ക് അറിയില്ലായിരുന്നു. അതിന് നമ്മൾ അങ്ങോട്ട് കൊടുത്തു. ഒരു ഗെയിം കളിച്ചു കഴിഞ്ഞാൽ അല്ല, ഒരു കാര്യം ഇവിടെ ശരിക്കും ശ്രീവിദ്യ അല്ല ചോദിച്ചത്, ലക്ഷ്മി നക്ഷത്രം ചോദിച്ചത്. അടിക്കേണ്ടത് ലക്ഷ്മി നക്ഷത്രനെയാണോ? അതല്ലേ ന്യായം? ഡയറക്ടർ അങ്ങനെയല്ലേ പറഞ്ഞത്? ഡയറക്ടർ ഇങ്ങനെ പറഞ്ഞത്. അല്ല, അതിപ്പോ ശരിയാക്കാം. അയ്യോ, അതല്ലേ വേണ്ടത്. ആഗ്രഹിക്കുന്ന ഒരു കാഴ്ചയാണത്. ഇതെങ്കിലും നമുക്ക് ഒന്നിച്ച് ചെയ്യാം വിനിച്ചേട്ടാ. ഞാൻ നിങ്ങളെ രണ്ടുപേരും സപ്പോർട്ട്. ചേട്ടാ, ഞാനും കൂടെ ഷെയർ ഇട്ടേട്ടാ. ഇത് പൈന്റ് അല്ല, ഇത് ചാട്ടയാ. സലീമേട്ടാ, ആരാണ് അവിടെ ഷെയർ ഇടുന്നത്? ഞാൻ ഇല്ലാതെ എന്നെ അടിക്കണോ? അടിക്കരുത്. അയ്യോ, അടിക്കൂ. കൂടുതൽ ഡയലോഗ് ഒന്നും പറഞ്ഞ പോസ് ചെയ്തേ. വേണമെങ്കിൽ വല്ല ക്വസ്റ്റ്യനും ചോദിച്ചോ, കുസൃതി ചോദ്യോ, ഇപ്പോഴേ കിട്ടത്തുള്ളൂ. ഈ അടി കേരളത്തിലെ ലക്ഷ്മി നക്ഷത്ര ഫാൻസുകാർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു. ഇനി അവരുടെ കയ്യിൽ നിന്നൂടെ ഉള്ളു നിനക്ക് കിട്ടാൻ. ഞങ്ങൾക്ക് ഇഷ്ടക്കുറവാണോ? നിങ്ങളുടെ ലക്ഷ്മി നക്ഷത്രയെ ഞാൻ അറിഞ്ഞോം പുറഞ്ഞോം തല്ലാൻ പോവുകയാണ്. ചേട്ടാ, നല്ല പ്രതികാരം ഉണ്ടാവും അറിയാം. ഇത്തിരി മയത്തിൽ തല്ലണം. ഞാൻ സോഫ്റ്റ് സാരി. എനിക്ക് പ്രതികാരം ഉണ്ടായിട്ടൊന്നുമല്ല. 5 വർഷത്തിനിടയ്ക്ക് 5 പ്രാവശ്യം എന്റെ കയ്യിൽ ഇത് കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ടാണ്
രണ്ടുപേരും കൂടെ അടിച്ച് ചീറ്റി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകർ എന്ത് വിചാരിക്കും? നിങ്ങളത് ഫാമിലി പ്ലാനിങ് ഒക്കെ എടുത്തിരിക്കണോ രണ്ടുപേരും കൂടെ? ഒന്ന് വേഗാവട്ടെ. കൊടുത്തേ എന്റെ ഒരു അഭിപ്രായം അടിക്കണ്ട എന്നാണ്. അടിക്കട്ടെ. അതാണ് മാന്യത. അല്ല കാരണം എന്താണ്? പുള്ളിക്ക് അങ്ങനെ ഉള്ളിൽ മൃദുല വികാരം ഉണ്ടായിട്ടൊന്നുമല്ല. എല്ലാരും പറഞ്ഞ ഓപ്പോസിറ്റ് പറയുമ്പോ ചെറിയൊരു സിമ്പതി കിട്ടും, പിന്നെ ഒരു ക്ലോസും കിട്ടും. ഞാൻ അടിക്കണോ? ചേട്ടൻ പറഞ്ഞ ഞാൻ അടിക്കും. വേണ്ട വിട്ടുക. വേണ്ട. ഓക്കെ, ഞാൻ വെറുതെ തമാശ പറഞ്ഞത്. ലക്ഷ്മി ചേച്ചി അടിച്ചില്ലെങ്കിൽ എനിക്ക് വിനുചേട്ടൻ അടിക്കാലോ. ലക്ഷ്മി ചേച്ചി വിനുചേട്ടൻ കുനിഞ്ഞു നിൽക്കും. അങ്ങനെയല്ല എന്നെ തല്ലണ്ടെന്ന് സലീമേട്ടൻ പറഞ്ഞു. ഇത്രയും സീനിയർ ആക്ടർ അവാർഡ് വിന്നർ അവാർഡ് ചെയ്തോ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ തല്ലാൻ പാടില്ല. പക്ഷെ ഗെയിം ആണ്. തോറ്റ ടീമിന് അടിക്കേണ്ട ഒരു പാരമ്പര്യം സ്റ്റാർ മാജിക്കിൽ അതടിക്കണം. അവൻ ലക്ഷ്മിക്കിട്ട് തല്ലു വേണ്ട. വേണ്ടെന്നേ പാവം. എന്നാ ഇതിനോട് പറ, കൊതിപ്പിച്ചളഞ്ഞു. എന്നാ ഇതിനോട് പറ, അവനെയും വെറുതെ വിടാൻ. ബിനു മേടിച്ചോണ്ട് പോരെ, നിന്ന് ഡയലോഗ് അടിച്ചാൽ മതി. എല്ലാ എപ്പിസോഡിലും ബിനു അടികൊള്ളോണ്ട് ആളുകൾ വിചാരിക്കും ഓരോ എപ്പിസോഡ് റീടെലികാസ്റ്റിംഗ് ആണെന്ന്. ഇതിനാളിയാ റെഡി 1 2 3 അപ്പ് അപ്പ്. നടാ നിന്റെ ബാക്കിൽ നിന്ന് കിട്ടിയ പീസ. എന്റെ ബാക്കിൽ പീസെങ്കിലും ഉണ്ട്, ഇവന്റെ ബാക്കിൽ പീസ് പോയിട്ട് ഒന്നുമില്ല. അടുത്ത ടീം മെമ്പർ വന്നോളൂ. സുധിച്ചേട്ടനെ മതി. അടിപൊളി. ശരി, മതി എന്നൊക്കെ അങ്ങനെ പറയാനെങ്കിൽ ഒരു കുട്ടി വേണം തങ്കച്ചാ. നിനക്ക് പ്രസന്റേഷൻ തരാനല്ല, നിന്റെ കാലിനടി ഓടിക്കാനാണ് കൊണ്ടുപോകുന്നത്. എന്റെ ചോദ്യം അവള് തന്നെ പഠിച്ചു. അയ്യോ അടിച്ചില്ല, അടിച്ച് ഞാൻ ഇവിടെ ഫ്ലോറിൽ അടിച്ചതാണ്. ഞങ്ങളെ മലയാള അധ്യാപകരെ തല്ലല്ലേ. എന്റെ ചോദ്യം ഇതാണ്. അയ്യോ അതുണ്ടായിരുന്നല്ലേ. ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്ന വനം ഏതാണ്? ആമസോൺ. ആമത്തോടെ ചിങ്ങവനം. കാരണം ഞാനല്ല പറയാൻ, സുധിച്ചേട്ടനാ. ആലിസിന് ടെൻഷനായി. ആലിസ് ആലോചിച്ചോണ്ടിരിക്കുക. ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്ന വനം ഏതാണ്? സൂപ്പർ. ഓഡിയൻസ് കുഞ്ഞു കുട്ടികൾക്ക് അറിയോ? എനിക്കറിയാം. ആൻസർ ടീം മെമ്പേഴ്സിന് അറിയാന്ന് പറയണു. പറഞ്ഞോട്ടെ, ഇതിന്റെ ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി ആയിട്ട് കൂട്ടിയാൽ മതി. പൂങ്കാവനം. ഉല്ലാസേട്ടാ? ചിങ്ങവനം പറഞ്ഞു. ആണോ? ശ്മശാനം. കോട്ടയം ജില്ലയിൽ ചിങ്ങവനം. ശ്മശാനം. എന്റെ കൊച്ചു പറഞ്ഞ കേട്ടോടാ, ശ്മശാനം. ശ്മശാന് ആരടാ ശ്മശാനൊക്കെ അടിച്ചത്? ആർക്കെങ്കിലും അറിയോ? ബാക്കില് മൈക്കില് പറയൂ. യൗവനാണോ? അതും വേണമെങ്കിൽ ഓക്കെ ആക്കാം. നമ്മുടെ ആൻസർ അതല്ല. നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്ന വനം ഭവനം. വീട്, വനം, ഭവനം. പക്ഷെ ചിന്ത കാട് കേറിപ്പോയി. അതെ. അപ്പൊ കൊടുക്കൽ വാങ്ങൽ ചടങ്ങ് റെഡി. ഞാനോർത്ത് ചെരുപ്പ് ഊരി അടിക്കാൻ പോവാന്നവന്. റെഡി 1 2. അടുത്ത ആള് തങ്കു എന്തെങ്കിലും ഐഷുവിന്റെ അടുത്ത് പറയാനുണ്ടോ? പഠിക്കാൻ പോണ ആളുടെ അടുത്ത് എന്തെങ്കിലും പറയാനുണ്ടോ? നാട്ടില് ഉണ്ട് ഒരു പട്ടി, ബാങ്കില് ഉണ്ടൊരു ചിട്ടി, എനിക്കിവിടെ ഉണ്ടൊരു കുട്ടി. അതേതാ കുട്ടി? ആ കുട്ടി ഈ കുട്ടി എന്റെ ഐശ്വര്യ കുട്ടി. അയ്യോ ശരി. അതെ, ചോദ്യം ചോദിക്കട്ടെ. വാഴയിൽ ഉണ്ടാകുന്ന ആന ഏത്? അത് ടീമേറ്റിന് ഉത്തരം പറയാൻ പറ്റും. ഒന്നുകൂടെ. വാഴയിൽ ഉണ്ടാകുന്ന ആന ഏത്? ഓ, അത് നീ പറഞ്ഞില്ലെങ്കിൽ ഉണ്ടല്ലോ, CBSE സ്കൂളിൽ പഠിച്ചുകൊണ്ട് വെറുതെ ആയി പോകും. വാഴയിലുണ്ടാക്കുന്ന ആന. വാഴയിലുണ്ടാക്കുന്ന ആന. വാഴയിൽ ഉണ്ടാക്കുന്ന ആനയല്ല, വാഴയിൽ ഉണ്ടാവുന്ന ആന. ഞാൻ പറയാം. പൊതിച്ചോറ്. ഞാൻ പറയാം. പൊതിച്ചോറോ? പൊതിച്ചോറ് വാഴയിലുണ്ടാക്കുന്ന. ഇലയട. എന്തൊക്കെയാ തങ്കു പറയണേ? അത് വാഴയിലുണ്ടാക്കുന്ന വാഴയിൽ ഉണ്ടാവുന്ന ആന. വാഴയിലുണ്ടാക്കുന്ന ആന. എടാ, ശ്രീവിദ്യ പോലും നാണിച്ച് തല താഴ്ത്തി. നമുക്ക് പറയാവോ? ഇവർക്ക് പറയാൻ ചാൻസ് കൊടുക്കണോ? ഞങ്ങൾ പറയാം. കൊടുക്കാം. ഓക്കെ ശരി. അപ്പം കുഴിയാനയോ? നോ. ബനാന. ബനാന ശരിയാണോ തെറ്റാണോ? എന്റെ ദിനോസറിന്റെ പല്ല് പൊട്ടി. ഇനി ഞാൻ ഏത് ദന്താശുപത്രി കൊണ്ടുവന്ന് ഒട്ടിക്കും. നല്ലൊരു ഭാവി ഉണ്ട് മക്കൾക്ക് കേട്ടാ. അവസരങ്ങൾ ഇങ്ങോട്ട് വരും. പറഞ്ഞ സമയത്ത് ഞാൻ വിളിക്കും, മോളെ വരണം, പോയിട്ട് വരും, സന്തോഷത്തോടെ പോയിട്ട് വരും. ഇതൊക്കെ സിമ്പിൾ. അയ്യോ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യൂ, പാട്ട് വേണ്ട. നീ എന്താടാ പറഞ്ഞ? സുശീലയോ? ശരി. എന്റെ ചോദ്യം ഇതാണ്. ജനിക്കുമ്പോൾ ജനിക്കാത്തതും ജനിച്ചു കഴിയുമ്പോൾ ജനിക്കുന്നതും എന്താണ്? ഞാൻ പറയാം, ഉത്തരം തെറ്റാണെങ്കിൽ 5 അടി അടിച്ചു. ജനിക്കുമ്പോൾ ജനിക്കാത്തതും ജനിച്ചു കഴിയുമ്പോ ജനിക്കുന്നതും എന്താണ്? ഏജാണോ?
നമുക്കുണ്ടത്. പേര് ദിനേഷ് ബാസ്റ്റിൻ. ബുദ്ധിയല്ലടാ പറഞ്ഞത്, ഇത് അതല്ലാതെ. 20 seconds. ഞാൻ പറയാം. ടീം പറയട്ടെ. ടീം പറഞ്ഞിട്ടുണ്ട് ആൻസർ തെറ്റാണെങ്കിൽ 5 അടി തിരിച്ച് ടീമിനെ അടിക്കാം. അത് ഞാൻ പറയൂല, ആക്ഷൻ കാണിക്കാം. പല്ലി. തെറ്റ് തെറ്റ്. ആദ്യം ചുണ്ടാണ് കാണിച്ചത്. ചുണ്ടാണ് ആദ്യം കാണിച്ചത്. തെറ്റാടി ആദ്യം 5 അടി എടുത്തോ. ജസീല 5 അടി തിരിച്ച് 5 അടി കൊടുത്തോ. അല്ല, പകുതി ശരിയാക്കിയ 2.5 അടി. ഇല്ല, പുള്ളിയെ കോമഡി ഉണ്ടാക്കിയതാണ്. അതെ, ചുണ്ടി തൊട്ടിട്ട് പല്ലാന്ന് പറഞ്ഞു. അതാണ് അതിനകത്ത് ഹാസ്യം. 1 അടി കൊടുത്തോട്ടെ. 5 അടിന്ന് 1 അടി ജസീല തരും. 2 അടി അടിച്ചു. 2 അടി. 5 അടിയാ. 5 കഴിഞ്ഞു. 5 വർഷമായി 2023-ലാണ് ആദ്യമായിട്ട്. ഇത് ആദ്യത്തെ എപ്പിസോഡാണ്. ഇത് ടീം വീട്ടിൽ ഫ്രെയിം ഇട്ട് വെക്കണം. ടീം ചാടാതെ 5 അടിയും കറക്റ്റ്. ഒരടി ഞാൻ അടിച്ചോട്ടെ. ടീമേ ജസീലയുടെ ആ ഒരു അടിയെ പറ്റി എന്താ പറയാനുള്ളേ? അടി എണ്ണാൻ പറ്റിയില്ല, മേടിക്കാനാ പറ്റിയത്. പവറാർന്ന്. അപ്പൊ ഇപ്പൊ തിരിച്ചു നല്ല വേദന ടീമേ. രക്ഷയില്ല. അടിച്ചോട്ടെ. 1 അടിയല്ലേ? 1 അടി 10 അടിക്ക് തുല്യം ആയിക്കോട്ടെ. സീരിയസ്ലി ഇത് ഞാൻ തിരിച്ചു വരും. 5 അടി അടിക്കുമ്പോ എങ്ങനെയെങ്കിലും അടിക്കണ്ടേ ടീമേ? ഐ ആം വെയിറ്റിംഗ്. ഇനി ആരാ ഉള്ളത്? വിളിക്കാനില്ലല്ലോ, ഒരു ഒരൊറ്റ ആളൂടെ ഉള്ളൂ. വാ ഇവിടെ. അപ്പുറത്തെ ടീമിൽ അമ്മാവൻ വന്ന് ആരെ വിളിക്കുന്നു? ചെല്ലു, കൊച്ചുമോള് പോയ അടിയുള്ളൂ. ബസ് സ്റ്റാൻഡ് വരെ കൊണ്ടുവന്നുവിടാം. ഈസി ആയിട്ടുള്ള ചോദ്യം കേട്ടോ. ചോദ്യം ഇതാണ്: നിങ്ങളുടെ മുന്നിലുണ്ട് എന്നാ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അനുപേട്ടൻ. ശരിയാണല്ലേ? ഷോ ഡയറക്ടർ നമ്മുടെ കാണാൻ പറ്റില്ല, പല്ലുറുമ്പാണോ തെറി വിളിക്കാണോ? നിങ്ങളുടെ മുന്നിലുണ്ട്. നിങ്ങളുടെ മുന്നിലുണ്ട് എന്നാ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. മീശ. നോക്കട്ടെ. കാറ്റ്. കണ്ണ്. അടിച്ചു കൊടഞ്ഞേരെ. അറിയോ? കാണാത്ത കാര്യം ഞാൻ എങ്ങനെ പറയുന്നു? എന്റെ മുന്നിലുണ്ട്, അത് കാണാൻ പറ്റില്ല. അത് ഞാൻ എങ്ങനെ പറയാൻ പറ്റും? തലിമിട്ട ഇത് തെറ്റാണോ ശരിയാണോ ആൻസർ? ശരിയല്ല. തെറ്റ്. ആൻസർ നിങ്ങളുടെ മുന്നിലുണ്ട് എന്നാ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ ഭാവി. പക്ഷെ ഇവിടെ എല്ലാവരുടെ ഏറെക്കുറെ ഭാവിയൊക്കെ പറയാൻ പറ്റും. ഇനിയത്തെ ഭാവി എന്താന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോഴത്തെ അന്ന തെറിച്ച് പോരുത് കേട്ടോ. പിടിക്കണട്ടാ. പറ്റിപ്പോവല്ലേ? അന്ന അങ്ങോട്ട് തെറിച്ചു വരികയാണെങ്കിൽ നിങ്ങൾ പിടിക്കണേ. റെഡി? വേണ്ടെന്നൊക്കെ ഒന്ന് പറഞ്ഞൂടെ? അങ്ങനെ സ്റ്റാർ മാജിക്കിന്റെ 1 മണിക്കൂർ സമയം എവിടെ പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ തന്നെയായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഗെയിംസ് ഒക്കെ? ഭയങ്കര സൂപ്പർ ത്രില്ലിംഗ് ആയിരുന്നു അല്ലേ? ഏതായാലും ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത എപ്പിസോഡിൽ ഇതുപോലെ തന്നെ കുറേ ചിരിക്കാഴ്ചകളായിട്ട് തിരിച്ചെത്താം. സോ നൗ വി ആർ സേയിങ് ബൈ ഫ്രം സ്റ്റാർ മാജിക്. ഗുഡ് നൈറ്റ്.